നന്നായിട്ട് പാടും കോഴി ഇന്റർനെറ്റ് വേറെ രസമുണ്ട്. പാട്ട് പാടിയാ പോലെ ഇന്റർനെറ്റ്. ഷിബു വന്നിട്ടില്ല. ഞാനും നിസാമും മേരി ജോണും ഡിഗ്രി തൊട്ട് മ്യൂസിക് പഠിച്ച് വന്നതാണ്. അപ്പൊ അന്ന് ഒരു ക്ലാസ്സിൽ അന്ന് തൊട്ടുള്ള അടുപ്പാണ് ഞങ്ങൾ 3 പേരും. അതറിയാമല്ലോ, ഞങ്ങൾ 3 പേരും. ഷിബു ഉണ്ട്. ഷിബുവിനെ അറിയാൻ പറ്റില്ല, ഷിബുവിനെ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് തുടങ്ങിയ അടുപ്പ് അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ 25 ഇയേഴ്സ് നമുക്ക് ഇതുപോലെ ഒരു ഗെറ്റുകൂടെ. അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും സെബാസ്റ്റ്യൻ ഉണ്ണി നിലമ്പൂരിൽ വന്നിരിക്കുന്നത്. ഉണ്ണി വന്നതാണ് ഏറ്റവും സന്തോഷം. ഭാര്യയും മകനുമായിട്ട്. അയ്യോ, അവനും കോഴിക്കോട്ടിനാ പാവം. നമുക്ക് പിന്നെ കോട്ടയംകാരനാണ്. കാലിക്കറ്റിൽ നിന്ന് വന്നു. അനിത ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്നു. മിലിയൻ നാളെ ഓഫീസിലേക്ക് രാവിലെ 8 മണിക്ക് അവർക്ക് ട്രെയിൻ. അത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അവള് 2 പിള്ളേരുമായിട്ട് അവളെ എത്തിച്ചേർന്നു. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത വർഷം നമുക്ക് കുറച്ച് പേരെയും കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷിബു വരുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കണ്ടില്ല. പക്ഷേ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ഗോസ് ടു സതീഷ്. കൈവട്ടെ. നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാം. നമ്മളാരെല്ലാവരും കോട്ടയത്ത്, ഞാനും കോട്ടയത്തുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണാറില്ല. സീതയുണ്ട്, അനിതയുണ്ട്, ഫോണി വിളിക്കുമെന്നല്ലാതെ. പക്ഷെ സതീഷ് വന്നു കഴിഞ്ഞപ്പോഴാണ്. സതീഷ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ സതീഷിനെക്കാളും കഷ്ടപ്പെടുന്ന സതീഷിന്റെ ഭാര്യയാണ്. രാത്രി കിടന്ന് പ്രീത അനിത എന്നൊക്കെ ഫോൺ ചെയ്യുന്ന ഉറക്കത്തിനും ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുടെ പേരാ പ്രീത അനിത എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നിലവിളിക്കാം. ആ കൊച്ചിതെല്ലാം ലഭിക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. സ്വപ്നയ്ക്ക് അതിന് ഒത്തിരി നന്ദി പറയുന്നത്. കാരണം വേറെ ഒരു പെണ്ണും സഹിക്കില്ല കേട്ടോ. കാരണം ഇവിടെ ഇപ്പം സൈറ്റ് നോക്കിയാൽ മുഴുവൻ പെണ്ണുങ്ങളാണ്, എല്ലാം ജീവന്റെ പഠിച്ച പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞത്. ആ കൊച്ചിതെല്ലാം സഹിക്കുക. ശരിയാണ്, വലിയൊരു മനസ്സാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഭർത്താക്കന്മാർക്കും ചില ഭാര്യമാർക്കും ഒക്കെ ഈ അസൂയാണ്. നമ്മുടെ ഈ പലർക്കും നമ്മുടെ ഈ കൂടിക്കല ഒരു അസൂയ ഉണ്ടായി കാണുമെന്നറിയാം. അതിന്റെ സഹതാപം തോന്നുന്നു. സ്വപ്നയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ വർഷവും അല്ല. സതീഷ് വരുമ്പോഴാണ് നമ്മൾ കൂടുക വേറൊരു സത്യം. അതുവരെ വേറെ ഒന്നുമില്ല. എന്നാലും സതീഷ് അതിന് ഒത്തിരി എഫേർട്ട് എടുത്തു. അത് ശരിക്കും ഭയങ്കരമായിട്ട് സിൽവിയെ മറക്കുമല്ല. പിന്നെ മെരിയോൺ പറഞ്ഞ പോലെ ഞാനും മെരിയോണുള്ള അഫെക്ഷൻ തുടങ്ങിയതാണ്. 1ാം ക്ലാസ് തൊട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാനും അവളും തമ്മിൽ. രക്ഷിക്കപ്പെടാൻ പറ്റില്ല, ഇങ്ങനെ നടക്കുന്നത്. അതിനകത്ത് ആദ്യം സതീഷിന്റെ ഭാര്യയോട് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. നിനക്ക് ചുമ്മാ ഒത്തിരി ക്രെഡിറ്റ് കിട്ടുന്നുണ്ടല്ലോ. അതുവരെയുള്ള റിലേഷൻഷിപ്പ് എല്ലാം പോയതായിരുന്നു. നമ്മൾ കുടുംബത്തിലാണെങ്കിൽ പോലും സഹോദരങ്ങൾ തമ്മിൽ പോലും ഇല്ല. അപ്പൊ നമ്മൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഗെറ്റുകൂടെ നടന്ന് അത് ഞാൻ എന്റെ ഭർത്താവിനോടും കേട്ടോ. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഇലക്ഷന്റെ സമയത്തെ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം കൈമാറുന്നതിന് മുമ്പ് പറയാം. പ്രശ്നം എല്ലാവരും ഉണ്ടോ? നിങ്ങളുടെ അവിടെ മുഴുവൻ രാഷ്ട്രീയക്കാരെ ഞാനതൊക്കെ സത്യം പറഞ്ഞു. എന്നെ ജോജിയെ പോലെ കുറച്ച് മണ്ണന്മാരുള്ള ഇവരെയൊക്കെ ഏറ്റെടുത്തു. ജോലിക്ക് വേണ്ടി ഇരിങ്ങാലക്കുട അന്ന് ഒരു കൊടയെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇരിങ്ങാലക്കുടയാണ് ഞങ്ങൾക്ക് ഫിലിമേ ഒരു കവചം പോലെ നടക്കുന്നത്. ബ്ലാക്ക് ആയിട്ട് സോണിയാട് പുറകെ നടക്കുന്നു ഫിലിമൊക്കെ.
അതെ, സിൽവിയ ശരിക്കും പറഞ്ഞാൽ ശരിക്കും വലിയ കോഴിയില്ലേ, കൊച്ചു പെരുന്നക്കോഴി പിള്ളേരെയാണ് നടക്കുന്നത്. സിൽവ നടന്നു അവസാനം കല്യാണം കഴിച്ചുകൊണ്ട് സിൽവ പിരിഞ്ഞത്. പിരിഞ്ഞിട്ടില്ല. കണ്ണു ഉന്തി മുട്ടയടിച്ച് വയലും തുന്തി എല്ലാം ഊക്കം. അല്ല ഞാൻ തല മുട്ടയടിച്ച് വയറുന്തി കണ്ണാടി വെച്ച് കിടക്കുന്നത്. അല്ല കണ്ണാടി ഇല്ലാതെ കഴിഞ്ഞ ദിവസം ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല, ഒരു രോഗമില്ല തലയാണെന്ന് കണ്ടോ. നെടുമുടി വേണം, 2-3 സാധനങ്ങൾ. അരമണിക്കൂർ പോലും താമസിക്കാൻ പറ്റില്ല. വരുൺ എന്തായിരിക്കും 3 ദിവസമൊക്കെ മാറി ജന്മ ഭാഗ്യം കേട്ടോ, ജന്മ ഭാഗ്യം എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുക കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് ഭയങ്കര എന്താണ് ഇതാണ് സിൽവിയ പറഞ്ഞ പാട്ട്. ഇതാണ് സിൽവിയ പറഞ്ഞത്. ഈ പാട്ടാണോ സിൽവിയ പറഞ്ഞപ്പോ? ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എന്റെ സ്വപ്നത്തിൻ താമര കൊയ്കയും വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്നു നീ പാടൂ. എന്റെ ഭാവന ലതാനവനത്തിൽ വന്നു ചേർന്നൊരു വനം ചിന്തതൻ ദേവനന്ദനത്തിലെ. അപ്പൊ ഇനി ചതിക്ക് വരുന്നില്ലേ പറഞ്ഞു പറ്റില്ല. കുറെ പേരുടെ ഒന്ന് കാണിച്ചതാ. അതെ, നെടുമുടി വേണേല് തുടങ്ങാം. ഒക്ടോബർ 31 രാത്രി കേരള ദിനം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ കോളേജിൽ ക്യാമ്പിൽ ഇരിക്കുക. ഞങ്ങളിങ്ങനെ കോളേജിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരുത്തം പറഞ്ഞു, ഇതാ വെളിയിൽ അടി തുടങ്ങിയിടാന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നമ്മുടെ ഇട്ടുപ്പ് വലിയ അടികൊണ്ട് വെളിയിൽ കിടപ്പുണ്ട്. ഒരൊറ്റ ഓട്ടമാണ് ഇതിന്. ഓടി പി ടിയുടെ വീട്ടിൽ ചെന്നത്. ആ ഓട്ടം നമ്മുടെ കൂടെ ഓടിയ പി ടി ഉഷ പോലും ഒപ്പിട്ട് വരില്ല. പി ടി എന്ത് ചെയ്താൽ കഥ ഉറക്കുക, കഥ ഉറക്കില്ല. ഇത്ര ദൂരെ ഒരു റേഞ്ച് പിടിക്കും, അടുത്ത് മാറിയല്ലേ. നോക്കോട്ട് നോക്കാൻ ഒരു മൈക്രോബി ഇവിടെ ആകുമ്പോൾ ചരിഞ്ഞിരിക്കും. ഇതാ പറയാ കൂടെ നമുക്ക് നല്ല താമസത്തില്ല. സുഖമായിട്ടിരിക്കുന്നോ അതോ ഇവ നോക്കുന്നുണ്ടോ ശരിക്ക്? ഇനി നോക്കുന്നില്ലെങ്കിൽ സഹിക്കുക, അല്ലാതെ പറയാനാ, ആരോട് പറയാനാ? എല്ലാ വിധി അവാകുട്ടി പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം കൊണ്ട് തോറ്റു. തന്റെ അതേ ബുദ്ധി പോരട്ടെ. ഇത്ര നിറഞ്ഞിരിക്കാതിരുന്ന ആളുകളുണ്ടോ?